ഡോക്ടർ ശ്യാംകുമാർ, ഞാൻ ഏറ്റവും അവസാനം ഡോക്ടറിലേക്ക് വരാം എന്ന് കരുതിയത് വളരെ ഗൗരവമായ ഒരു പാർട്ട്, ഗൗരവമായ ഒരു റോൾ ഈ ചർച്ചയിൽ ഡോക്ടർക്ക് നിർവഹിക്കാനുണ്ട് എന്നോണം. ഇപ്പോൾ ആദ്യം മുതൽക്ക് ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും പറഞ്ഞത് മാനസികമായ ആശങ്കകൾ കുട്ടികളുടെ മനസ്സിൽ ഒപ്പം അധ്യാപകരുടെ മനസ്സിലുമൊക്കെയുണ്ട്. അത്തരം ആശങ്കകൾ ഇനിയും ലോകം അടച്ചിടപ്പെടുമോ എന്നുള്ളൊരു ഭീതി അതൊക്കെയുണ്ട്. അപ്പോൾ ഇതൊക്കെ മറികടന്നുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. ഒരു ആത്മവിശ്വാസക്കുറവ് പൊതുവേയുണ്ട്. അതിനെ എങ്ങനെയാണ് നമുക്ക് പരിഹരിക്കാനാവുക? പ്രത്യേകിച്ച് കുട്ടികളുടെ മനസ്സിൽ ഈ 1.5 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടാക്കിയെടുത്ത ഒരു മാനസികമായ പ്രശ്നങ്ങൾ, ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെയാണ് അതിജീവിച്ച് മുന്നോട്ട് പോകാനാവുക? ഒരുപക്ഷെ ഒരു കൺസൾട്ടിംഗ് സൈക്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക് ഈ ചർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ ഡോക്ടർക്കായിരിക്കും സാധിക്കുക. നമസ്കാരം എല്ലാവർക്കും. ഈ ഒരു നിമിഷത്തിൽ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ എന്നെ പ്രാപ്തരാക്കിയ, ജീവിതത്തിൽ എല്ലാ പ്രോത്സാഹനങ്ങളും തന്ന് ഇവിടം വരെ എന്നെ എത്തിച്ച എല്ലാ ഗുരുനാഥന്മാരെയും നന്ദിയോടെ മനസ്സാ സ്മരിക്കാൻ ഈ ഒരു അവസരം ഞാൻ ഉപയോഗിക്കും. തീർച്ചയായിട്ടും അധ്യാപനം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഡിവൈൻ പ്രൊഫഷനാണ്. ഇറ്റ്സ് എ നോബിൾ പ്രൊഫഷൻ. വൈ? ബിക്കോസ് മറ്റെല്ലാ പ്രൊഫഷണൽസിനെയും ക്രിയേറ്റ് ചെയ്യുന്നത് ടീച്ചേഴ്സാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും നമ്മൾ ഒരു ഡിവൈൻ പവർ നമ്മൾ അധ്യാപനത്തിനും അതുപോലെ അധ്യാപകർക്കും നമ്മൾ കൊടുക്കുന്നത്. അത് ശരിക്കും അത് അങ്ങനെയുള്ള ഒരവസരത്തിൽ മഹത്തായ കർമ്മങ്ങൾ നിർവഹിക്കുന്ന നമ്മുടെ അധ്യാപകന്മാരെ വർഷത്തിൽ ഒരു പ്രാവശ്യം അധ്യാപക ദിനത്തിന്റെ പേരിൽ ഓർമ്മിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നേരെ മറിച്ച് എല്ലാ ദിവസവും ഓർമ്മിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യേണ്ട ഒരു സമൂഹമാണ് അധ്യാപകർ എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. പിന്നെ നമ്മൾ ഇവിടെ ഇപ്പോൾ എല്ലാവരും, വിനോദ് സാറും പാർവതി ടീച്ചറും ബിന്ദു ഒക്കെ തന്നെ സംസാരിച്ച പല കാര്യങ്ങളും ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ പ്ലസും മൈനസും ഒക്കെ അവര് സംസാരിച്ചു. അപ്പൊ ഓൺലൈൻ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നമ്മുടെ സൈക്കോളജിക്കൽ വശങ്ങൾ പറയുമ്പോൾ ഒരു മെന്റൽ വെൽബീയിങ് തന്നെയാണ്. കാരണം നിരവധിയായിട്ടുള്ള കൗൺസിലിങ്ങിലൂടെ എൻ്റെ അടുത്ത് വരുന്ന നിരവധി കേസുകൾ, കുട്ടികളായാലും പാരന്റ്സ് ആയാലും ഈ ഒരു അവസരത്തിൽ വളരെ കൂടുതലാണ്. അപ്പൊ അതിന് മുൻപേ ആയിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ അധ്യാപകർ എന്ന് പറയുമ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഓൺലൈൻ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ഇപ്പൊ സ്വാമി വിവേകാനന്ദന്റെ ഒരു എഡ്യൂക്കേഷനെ കുറിച്ചൊരു കോട്ടാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ഓൺലി പമ്പിംഗ് ദി നോളജ്, ഇറ്റ് ഈസ് എ ടോട്ടൽ പേഴ്സണാലിറ്റി ഓഫ് ദി ചൈൽഡ്. അപ്പൊ ഈ ടോട്ടൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് ഓൺലൈൻ വിദ്യാഭ്യാസം ഒരു തടസ്സമാണ്. അത് തീർച്ചയായിട്ടും ഓഫ്ലൈൻ വിദ്യാഭ്യാസത്തിലൂടെ സാധിക്കുന്നത്. കാരണം നമ്മുടെ കുട്ടികൾക്ക് അവരുടെ പിയർ ഗ്രൂപ്പുമായി മിക്സ് ചെയ്യാനും അവരിഷ്ടപ്പെടുന്ന ടീച്ചേഴ്സുമായിട്ട് സംസാരിക്കാനും സംവദിക്കാനും ഒക്കെ അവസരം കിട്ടുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഇമോഷണൽ കംഫർട്ടബിൾ ഉണ്ട്, ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി. അവർക്കത് അവരുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന നെഗറ്റീവ് ഇമോഷൻസ് വെൻഡ് ഔട്ട് ചെയ്യാനുള്ള അവസരം കൂടിയാണ് അവർക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട്, കൂടാതെ ഒത്തിരി കൾച്ചറൽ ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ മറ്റുള്ള ആക്ടിവിറ്റീസ് ഇതൊക്കെ വരുന്ന സമയത്ത് കുട്ടികൾക്ക് മൊത്തം അവരുടെ ഒരു ഇമോഷണൽ മെച്യൂരിറ്റിക്ക് പോലും ഒരു പരിധി വരെ സഹായിക്കുന്നത് ഈ ഇങ്ങനെയുള്ള ഓഫ്ലൈൻ വിദ്യാഭ്യാസം തന്നെയാണ്. അതാണ് നമ്മുടെ കുട്ടികൾക്ക് ഈ അവസരത്തിൽ മിസ്സാവുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ബിന്ദു ഒക്കെ പറഞ്ഞ പോലെ സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷിക്കാം. നമ്മുടെ മനഃശക്തി കൊണ്ട്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ കൊണ്ട് ഏതൊരു പ്രതിസന്ധിയെയും നമുക്ക് നേരിടാം. കാരണം വി ഫൈൻഡ് സൊല്യൂഷൻസ് വെൻ വി ഫേസ് ചാലഞ്ചസ്. നമ്മൾ സൊല്യൂഷൻസ് കാണാൻ പ്രേരിപ്പിക്കപ്പെടും. കാരണം ഇപ്പൊ ചാലഞ്ചസ് വരുന്നു. അപ്പൊ നമ്മുടെ ലൈഫിൽ ചാലഞ്ചസ് മസ്റ്റാണ്. നമുക്ക് ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായാൽ മാത്രമേ നമ്മൾ സൊല്യൂഷൻസ് കണ്ടെത്താൻ ശ്രമിക്കുകയുള്ളൂ. അപ്പൊ അതും ഒരു ടീച്ചേഴ്സിന്റെ, അതായത് കുട്ടികൾക്ക് അവരുടെ ജീവിത വിജയത്തിന് ആവശ്യമായ നിരവധി ലൈഫ് സ്കില്ലുകൾ
തിങ്കിങ് സ്കില്ല്, ഡിസിഷൻ മേക്കിംഗ് സ്കില്ല്, ഇങ്ങനെയുള്ള നിരവധി സ്കില്ലുകൾ കുട്ടികൾക്ക് ചെറുപ്പം മുതലേ കിട്ടുന്നത് പ്രധാനമായിട്ടും സ്കൂളിൽ നിന്ന് തന്നെ. രക്ഷിതാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് റോൾ മോഡൽ ആയിരിക്കുന്നതും ടീച്ചേഴ്സ് തന്നെയാണ്. അവര് കുട്ടികളിൽ കാണിക്കുന്ന ട്രസ്റ്റ്, അവര് കുട്ടികളിൽ കാണിക്കുന്ന അഫെക്ഷൻ, അവര് കുട്ടികളിൽ കാണിക്കുന്ന അറ്റാച്ച്മെന്റ്, ഇതൊക്കെ ഒരു കുട്ടിയുടെ മാനസികാവസ്ഥയെ വളരെ നന്നായി സ്വാധീനിക്കുന്നുണ്ട് എന്ന് നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് നഷ്ടപ്പെടുമ്പോൾ മാനസിക സംഘർഷം വളരെയധികം കൂടി വരുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ഉള്ളത്. അപ്പൊ അതിനിപ്പോ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ വിനോദ് സാറൊക്കെ പറഞ്ഞ പോലെ തന്നെ നിരവധിയായിട്ടുള്ള കൗൺസിലിങ്ങിലൂടെയും ചെറിയ ചെറിയ സൈക്കോ തെറാപ്പിയിലൂടെയും അവയർനെസ് സെഷനിലൂടെയും ഒക്കെ തന്നെ പ്രത്യേകിച്ചും ടീച്ചേഴ്സിനെ തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതിന് കൗൺസിലിങ്ങിന്റെ ഒരു കൗൺസിലറുടെ ആവശ്യമുണ്ടെന്നൊന്നും അങ്ങനെ നമുക്ക്, പക്ഷെ ഡെഫിനറ്റ്ലി ദർ ആർ സം മെന്റൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളത് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് തെറാപ്പിയിലൂടെ തന്നെ കടന്നു പോകേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഒരു പരിധി വരെ ടീച്ചേഴ്സിനെ തന്നെ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ വേദാന്തത്തിൽ പോലും പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോളജ് ഈസ് വിത്തിൻ, നമ്മളിൽ എല്ലാവരും നോളജ് ഉണ്ട്. പക്ഷേ ദി റോൾ ഓഫ് ടീച്ചേഴ്സ് ഈസ് അവേക്കനിങ് ദാറ്റ്. ആ അവേക്കനിങ് പ്രോസസ്സാണ് ഒരു സ്കൂളിൽ ഒരു ടീച്ചേഴ്സിന്റെ അടുത്ത് നടക്കുന്നത്. അത് അവേക്കൻ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ബെസ്റ്റ്, ഏറ്റവും നല്ല ആൾക്കാർ എന്ന് പറയുന്നത് ടീച്ചേഴ്സ് തന്നെയാണ്. രക്ഷിതാക്കൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പറയും വിദ്യാഭ്യാസം ശരിക്കും തുടങ്ങുന്നത് നമ്മുടെ രക്ഷിതാക്കൾ തന്നെയാണ്, അതിന് യാതൊരു സംശയവും. പക്ഷെ എങ്കിൽ പോലും കുട്ടികൾ കൂടുതലായി അനുസരിക്കുന്നതും ബഹുമാനിക്കുന്നതും ടീച്ചേഴ്സിനെയാണ്. ഒരു രക്ഷിതാവ് ഒരു കുട്ടിയോട് എന്തെങ്കിലും ടീച്ചേഴ്സ് പറഞ്ഞ് തെറ്റായിട്ട് പറഞ്ഞ് അതല്ല, അത് തിരുത്തി ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഉടനെ ആ കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നത് എന്റെ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോകുന്നു. ദാറ്റ് ഈസ് എ ട്രസ്റ്റ് ബിറ്റ്വീൻ എ ടീച്ചർ ആൻഡ് സ്റ്റുഡന്റ്. ആ ട്രസ്റ്റ് ആണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ഒരു ടീച്ചർ എന്ന നിലയ്ക്ക്. അങ്ങനെയാണ് കുട്ടികളുടെ ഇമോഷണൽ ബിൽഡ് ചെയ്യാനും അവരുടെ കോൺഫിഡൻസ്. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, കുട്ടികളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ. ഈ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷനിൽ വരുമ്പോൾ ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിൽ ഏറ്റവും ഗണ്യമായ പങ്ക് വഹിക്കുന്നത് തീർച്ചയായിട്ടും ടീച്ചേഴ്സ് തന്നെയാണ്. കാരണം ഓഫ്ലൈൻ വിദ്യാഭ്യാസത്തിൽ ഒരു കുട്ടി, അതിനൊരു കണക്കുണ്ട്, എത്രയും കൂടുതൽ മണിക്കൂർ ചെലവഴിക്കുന്നത് ടീച്ചേഴ്സിന്റെ കൂടെയാണ്, രക്ഷിതാക്കളുടെ കൂടെ അല്ല. അപ്പോൾ ഏറ്റവും ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷനിൽ ഏറ്റവും ഗണ്യമായ പങ്ക് വഹിക്കേണ്ടത് ടീച്ചേഴ്സാണ്. കാരണം പ്രത്യേകിച്ച് ഞാൻ പറയും, ഇപ്പൊ രണ്ടു തരം മൈൻഡ് സെറ്റപ്പ് ആണ് നമുക്ക്, ഗ്രോത്ത് മൈൻഡ് സെറ്റപ്പ്, ഫിക്സ്ഡ് മൈൻഡ് സെറ്റപ്പ്. അപ്പൊ ഒരു ഫിക്സ്ഡ് മൈൻഡ് സെറ്റപ്പിൽ ഒരു കുട്ടിയെ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റപ്പിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഏറ്റവും ഉപയോഗിക്കുന്നത് ടീച്ചേഴ്സിന്റെ അപ്രിസിയേഷനും അവരുടെ എൻകറേജ്മെന്റും. അപ്പൊ എൻകറേജ്മെന്റും അപ്രിസിയേഷനിലൂടെയാണ് സാധാരണയായിട്ട് നമ്മുടെ ഫിക്സ്ഡ് മൈൻഡ് സെറ്റപ്പ്. ഫിക്സ്ഡ് മൈൻഡ് സെറ്റപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇത്രേ പറ്റൂ, എനിക്ക് ഇതിനപ്പുറം പറ്റില്ല എന്നുള്ള സ്വയം നമ്മളെ തന്നെ ഒരു സെൽഫ് വർത്ത് ഇല്ലാത്തൊരവസ്ഥ. പക്ഷെ അത് മാറ്റിയിട്ട് ആ കുട്ടിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, യുവർ പൊട്ടൻഷ്യൽ ഈസ് ഇമ്മൻസ് എന്ന് പറഞ്ഞു കൊടുക്കാനും ആ പൊട്ടൻഷ്യൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള വഴി കാട്ടി കൊടുക്കാനും ഒരു ടീച്ചേഴ്സിന് തീർച്ചയായിട്ടും സാധിക്കും. അതൊക്കെ തന്നെയാണ് സ്കൂളിൽ നിന്ന് കിട്ടുന്ന നോളജ് മാത്രമല്ല. അതാണ് ഞാൻ പറഞ്ഞത്, നോളജ് മാത്രം പമ്പ് ചെയ്യുന്നതല്ല ഒരു സ്കൂളിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇതുപോലുള്ള ഒരുപാട് സൈക്കോളജിക്കലി മെന്റലി ആയിട്ട് കുട്ടികൾക്ക് കിട്ടുന്ന ഡെവലപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഗ്രേറ്റ്. കാരണം ഒരു കുട്ടിയുടെ ജീവിത വിജയത്തിന് ഏറ്റവും കൂടുതൽ, ഇപ്പൊ ഞാൻ പ്രത്യേകിച്ചും പറയാറുണ്ട്, ഇപ്പോ ഇന്റലിജൻസ് കോഷ്യന്റ്, IQ ആൻഡ് EQ, ഇമോഷണൽ കോഷ്യന്റ് അല്ലെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസ്. സാധാരണ ഡാനിയൽ ഗോൾമാൻ, ഇമോഷണൽ ഇന്റലിജൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡാനിയൽ ഗോൾമാൻ തന്നെ പറഞ്ഞിരിക്കുന്നത് 80% ജീവിത വിജയവും സാധിക്കുന്നത് ഇമോഷണൽ ഇന്റലിജൻസിലൂടെയാണ്. ഓൺലി 20% വിത്ത് IQ എന്നാ പറഞ്ഞിരിക്കുന്നത്. IQ-ന് അപ്പൊ നമ്മൾ പൊതുവെ IQ-ന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും EQ-ന് രണ്ടാമത്തെ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുമ്പോഴാണ്, അപ്പൊ അവിടെയാണ് ഇമോഷണൽ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇമോഷണൽ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യുന്നതിൽ ഏറ്റവും വ്യക്തമായ, ഏറ്റവും പ്രാധാന്യം വഹിക്കുന്ന ഒരു സമൂഹമാണ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ടീച്ചേഴ്സിന് വലിയൊരു റോളാണ് സമൂഹത്തിൽ തന്നെ. ഇപ്പൊ വിനോദ് സാർ ഇവിടെ പറഞ്ഞ പോലെ ടീച്ചേഴ്സ് ആർ അസറ്റ് ടു ദിസ് കൺട്രി ബിക്കോസ് ദേ ആർ ബിൽഡിംഗ് ദി ലീഡേഴ്സ് ഓഫ് ദിസ് നേഷൻ. APJ അബ്ദുൽ കലാം പറഞ്ഞത് ദാറ്റ് ഈസ് എക്സാക്ട്ലി അബ്സല്യൂട്ട്ലി കറക്റ്റ്. കാരണം ടീച്ചേഴ്സ് ആണ് ഈ സമൂഹത്തിന്റെ അസറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ പാർവതി ടീച്ചറൊക്കെ പറഞ്ഞ പോലെ ഈ ഗുരുശിഷ്യ ബന്ധം എന്ന് പറയുന്നത്
ഇപ്പൊ പണ്ടുള്ള ഒരവസ്ഥയിൽ ഗുരുശിഷ്യ ബന്ധം ഇപ്പോൾ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ദാറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ. നമുക്കതിന് ഉത്തരം പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയെല്ലാം നമ്മുടെ സമൂഹം ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ആ ഗുരുശിഷ്യ ബന്ധത്തിൽ ചില വിള്ളലുകൾ അവിടെ ഇവിടെയൊക്കെ സംഭവിക്കുന്നത്. എങ്കിൽ പോലും ഇപ്പൊ ഞാനൊക്കെ ഇവിടം വരെ എത്തിയ എന്റെയൊക്കെ മനസ്സിൽ ഏതൊരു വ്യക്തിയായാലും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ, നമ്മൾ വന്ന വഴികളിലൂടെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്ന നിരവധി അധ്യാപകരുടെ മുഖങ്ങൾ ഉണ്ടാവും, ചിരിക്കുന്ന മുഖങ്ങൾ ഉണ്ടാവും, നമ്മെ കൈപിടിച്ച് ഇവിടം വരെ എത്തുന്നത്. ഡെഫിനറ്റ്ലി ഒരു വ്യക്തിയെങ്കിലും ഇല്ലാത്ത പിന്നിൽ ഒരു ടീച്ചറെ നമുക്ക് കാണാനോ ബഹുമാനിക്കാൻ പറ്റാത്ത, ഞാൻ എൻ്റെ പ്രൈമറി തലം മുതൽ എന്നെ പഠിപ്പിച്ച നിരവധി ടീച്ചേഴ്സിന്റെ മുഖം എല്ലാ സമയത്തും എൻ്റെ ഓർമ്മയിൽ കടന്നു വരാറുണ്ട്. ഞാൻ ഏതൊരു പ്രവൃത്തിയിലോട്ട് പോകുമ്പോൾ കാരണം എന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരുപാട് ടീച്ചേഴ്സ്, ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത, ഒരുപാട് അപ്രിസിയേഷനിലൂടെ, ഒരുപാട് എൻകറേജ്മെന്റിലൂടെ എന്നെ ഇവിടം വരെ എത്തിച്ച ഒരുപാട് അധ്യാപകർ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതുപോലെ എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവും. അപ്പൊ അതൊക്കെയാണ് അധ്യാപകരുടെ പ്രാധാന്യം എന്ന് പറഞ്ഞത്. ഒരു സമൂഹത്തിൽ ഏറ്റവും നല്ല പ്രാധാന്യമുള്ള വ്യക്തിത്വങ്ങൾ തന്നെയാണ് അധ്യാപകർ. അപ്പൊ തീർച്ചയായിട്ടും എന്റെ പക്ഷം ഇത് തന്നെയാണ്. എല്ലാ ദിവസവും അവരെ ഓർക്കുക, എല്ലാ ദിവസവും അവരെ ആദരിക്കുക. അതിനുവേണ്ടി ഒരു ദിവസം മാറ്റിവെക്കാതെ, ഒരു സെപ്റ്റംബർ 5 ഈ ടീച്ചേഴ്സ് ഡേ ഉണ്ടെങ്കിൽ പോലും നമുക്ക് എല്ലാ ദിവസവും അവരെ ആദരിക്കാം, ബഹുമാനിക്കാം, റെസ്പെക്ട് ചെയ്യാം എന്നാണ് ഞാൻ. അതാണ് അധ്യാപക ദിനത്തിൽ നാം ഓർക്കേണ്ടത്, അവർക്കായി നൽകേണ്ട പാരിതോഷികം. ഞാൻ